ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ ആരാണ് അതിഥി എന്ന് ചോദിച്ചാൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവാണ്. നമുക്ക് സഞ്ജീവിനെ സ്വാഗതം ചെയ്യാം നമ്മുടെ ഹലോ മലയാളത്തിലേക്ക്. സഞ്ജീവെ, ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. വെരി ഗുഡ് മോർണിംഗ്. നന്ദി. ഓക്കെ സഞ്ജീവ്, ഇപ്പോൾ വലിയ ചർച്ചയെക്കൊണ്ട് നിൽക്കുന്ന നമ്മുടെ ഈ കേരള സർവകലാശാലയിൽ നടക്കുന്ന വിഷയമാണ്. ഇപ്പോൾ ഏറെക്കുറെ എനിക്ക് തോന്നുന്നു ഒരു മാസത്തോളം ഒക്കെ എത്തുന്നു, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു പ്രതിസന്ധി ഉടലെടുത്തിട്ട്. 10-20 ദിവസത്തെ അവധിക്കൊക്കെ ശേഷം ഇന്നലെ മോഹനൻ കുന്നുമ്മേൽ സർവകലാശാല ആസ്ഥാനത്തേക്കൊക്കെ തിരിച്ചെത്തുകയും ചെയ്ത് വലിയ പ്രതിഷേധമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. സർക്കാർ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഭാരതാംബ ഈ നമ്മുടെ അറിയാവുന്നത് പോലെ ഈ രാജ്ഭവനിൽ ഒരു പരിസ്ഥിതി ദിനത്തിൽ തുടങ്ങിയ ഒരു വിവാദമാണ് ഭാരതാംബ വിവാദം. അത് പിന്നീട് സർവകലാശാലയിലേക്ക് വരെ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു അയവിന് സർക്കാർ ശ്രമിച്ചിട്ടും തൻ്റെ നിലപാടിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മോഹനൻ കുന്നുമേൽ. ഇങ്ങനെ പോലും ഈ ഒരു വിഷയത്തിനൊരു അന്ത്യം വേണ്ടേ സഞ്ജീവ്? എന്താണ് മനസ്സിലാകുന്നത്? ഇത് യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഈ രാഷ്ട്രീയപരമായ പ്രതിസന്ധി അല്ലെങ്കിൽ ഭരണഘടനാപരമായി ഭരണസ്തംഭനം സർവകലാശാലയിൽ ഉടലെടുക്കണമെന്ന ആഗ്രഹം ആർക്കെങ്കിലും ഉണ്ടായിട്ടില്ല. അതിനുള്ള ആർക്കെങ്കിലും ഒരു ആഗ്രഹം ഇന്നുണ്ടെങ്കിൽ അത് മോഹൻ കുന്നുമ്മൽ ഉൾപ്പെടെയുള്ള ഈ പറഞ്ഞ താൽക്കാലിക VC-മാർക്കാണ്. കാരണം സർവകലാശാലകൾ, പ്രത്യേകിച്ച് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റാങ്കിങ്ങിൽ 4 സർവകലാശാലകൾ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്. രാജ്യത്തെ ഏറ്റവും നല്ല നിലവാരമുള്ള ആദ്യം 100 കോളേജുകൾ എടുത്താൽ അതിൽ 30 എണ്ണം നമ്മുടെ കേരളത്തിലുള്ള കോളേജുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സവിശേഷകരമായിട്ടുള്ള വിദ്യാഭ്യാസ മുന്നേറ്റങ്ങൾ ഉണ്ടായ ഒരു മണ്ണിൽ താൽക്കാലിക VC-മാരെയും മറ്റ് താൽക്കാലിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇതിനൊക്കെ തകർക്കാനുള്ള ശ്രമമാണ് രാജ്ഭവനിലിരിക്കുന്ന ചാൻസലർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചാൻസലർ യഥാർത്ഥത്തിൽ നടത്തേണ്ടത് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഇടപെടലാണ്. പകരം RSS അജണ്ടയാണ്, RSSന്റെ അടയാളങ്ങളും അജണ്ടയുമാണ് സർവകലാശാലകളിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഒരു മാസത്തിൽ കൂടുതലായി കേരള സർവകലാശാലയിൽ ഉടലെടുത്ത പ്രശ്നം എന്ന് പറയുമ്പോൾ ഞങ്ങൾ പല ഘട്ടങ്ങളിലായി ഉയർത്തിയിരുന്നു. ഒരു മാസത്തിനടുത്തായി VC വരുന്നില്ല പല സർവകലാശാലയിലും. ഇപ്പോൾ കേരളയുടെ പ്രശ്നം മാത്രമല്ല, കണ്ണൂരിൽ 2 ദിവസമാണ് ആഴ്ചയിൽ VC വരുന്നത്. അപ്പോൾ ഇത് വലിയ ഭരണസ്തംഭനം ഉണ്ടാക്കുന്നില്ലേ? ഇതോടൊപ്പം തന്നെ 1838 സർട്ടിഫിക്കറ്റുകളാണ് ഇന്നലെ മാത്രം കേരള VC അതാണ് സഞ്ജീവ, ഞാൻ അതിലേക്ക് വരുമായിരുന്നു. കാരണം ഇപ്പോൾ ഈ വിഷയത്തിൽ നിന്ന് ചാൻസലറായ ഗവർണർ കുറച്ച് പിന്നോട്ട് പോയിട്ടുണ്ട്. ഈ വിഷയത്തിൽ അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്നും വരുന്നില്ല, ഇടപെടലും ഒന്നും വരുന്നില്ല. മോഹനൻ കുന്നുമേൽ ഇവിടെ രാജ്ഭവനിൽ പോയി കണ്ടിട്ടും അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ വലിയ പ്രതികരണങ്ങൾക്കൊന്നും തയ്യാറില്ല. പക്ഷെ അപ്പോഴും VC ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. മാത്രമല്ല, ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞു തന്റെ മുന്നിൽ ഇനി ഫയലുകളൊന്നും തന്നെ ഇല്ല, താൻ എല്ലാത്തിലും ഒപ്പിട്ട് കഴിഞ്ഞു. ഇങ്ങനെ വെറുതെ വരച്ചു വിടാൻ അത്രയേ ഉള്ളൂ വിദ്യാർത്ഥികളുടെ ഈ സർട്ടിഫിക്കറ്റും ഫയലുകളും ഒക്കെ. VC അല്ലേ, VC ഇങ്ങനെ ഒരു പ്രതികരണമാണോ നടത്തേണ്ടത്? കേരള സർവകലാശാല 1937 ആൽബർട്ട് ഐൻസ്റ്റീനെ VC-ആയി ക്ഷണിച്ചിരുന്നു. അദ്ദേഹം അന്ന് അക്കാദമിക് തിരക്കുകൾ മൂലം അത് നിരസിക്കുകയാണ്, സ്നേഹപൂർവ്വം അത് നിരസിക്കുകയായിരുന്നു ചെയ്തത്. നോക്കുക, ആൽബർട്ട് ഐൻസ്റ്റീൻ അത് സ്വീകരിക്കുകയും കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറൊക്കെ ആയിരുന്നെങ്കിൽ ഇന്നത്തെ VC ഇങ്ങനെ ഒരാളാണെന്ന് ലോകം അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ എവിടെ എത്തിയേനെ, നമ്മൾ എത്രത്തോളം നാണം കെട്ടേനെ. എന്തൊക്കെയാണ് അദ്ദേഹം ഇന്നലത്തെ മാധ്യമങ്ങളോടുള്ള പ്രസ്താവനയിൽ, അദ്ദേഹത്തിൻ്റെ പ്രസ് റിലീസിൽ, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞുകൊണ്ടേയിരുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ കമൻറ്റുകളും എത്രത്തോളം അപഹാസ്യമായിരുന്നു. ഒരു വൈസ് ചാൻസലർ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഇങ്ങനെയൊക്കെ അല്പത്തരം വിളിച്ചു പറയാൻ കഴിയുമോ എന്നുള്ള അതിശയമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയത്. കാരണം എന്താണ്, ഇങ്ങനെ വായി തോന്നുന്നത് അദ്ദേഹം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളെ അപമാനിക്കുന്നു, രജിസ്ട്രാറുടെ വിദ്യാഭ്യാസത്തിൽ സംശയമുണ്ടെന്ന് പ്രകടിപ്പിക്കുന്നു. അദ്ദേഹത്തിന് സ്വയം, ഇപ്പോൾ RSSകാർക്കൊക്കെ സ്വയം വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് കാണുന്നവരുടെ സർട്ടിഫിക്കറ്റൊക്കെ വ്യാജമാണെന്ന് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ തലമുതിർന്ന നേതാവിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇതുവരെ രാജ്യത്ത് ആരും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രജിസ്ട്രാറുടെ ഡിഗ്രി ഡിഗ്രി സംശയിക്കുക, അങ്ങനെ വ്യത്യസ്ത ആക്ഷേപങ്ങളുടെ ഒരു പെരുമഴയായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നലത്തെ വാർത്താ. എല്ലാ കാലത്തും വിദ്യാർത്ഥി വേഷം കെട്ടുന്ന ഗുണ്ടകൾ എന്നൊക്കെയാണ് അദ്ദേഹം SFI പ്രവർത്തകരെ വിശേഷിപ്പിക്കാൻ തയ്യാറായത്.
നോക്കൂ, കേരള സർവകലാശാലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ കഴിവുകൾ കൊണ്ടാണ് ഈ പറഞ്ഞ NIRF റാങ്കിങ്ങിലും NAC അക്രഡിഷനിലൊക്കെ മുന്നോട്ട് വന്നത്. വിദ്യാർത്ഥികളാണ് സർവകലാശാലയുടെ അടിസ്ഥാനം, അല്ലാതെ ഭരണാധികാരികളല്ല. ഇങ്ങനെ ഭരണാധികാരികളാണെന്ന് സ്വയം നടിക്കുന്നവർ അധികാരത്തിൽ വന്നാൽ, അല്ലെങ്കിൽ ഇത്തരം സ്ഥാനങ്ങളിൽ വന്നാൽ, അർഹതയില്ലാത്തവർ വന്നാൽ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ഉണ്ടാവും. കാരണം വിദ്യാർത്ഥികളായിട്ടുള്ള ലക്ഷോപലക്ഷം വിദ്യാർത്ഥികൾ കൂടിയിട്ടുള്ളൊരു വിദ്യാർത്ഥി സംഘടനയാണ് SFI. ആ SFIയെ നോക്കിയാണ് ഞങ്ങളോട് ഗുണ്ടകളെന്നും, ഇപ്പോൾ ഗുണ്ടകൾ എന്നൊക്കെ വിളിക്കുന്നത് ഒരു വിദ്യാർത്ഥി സമൂഹത്തെ നോക്കി ഒരു വൈസ് ചാൻസലർ വിളിക്കുന്നത് എത്ര അരോചകമാണ്. നമുക്കത് കേൾക്കുമ്പോൾ തന്നെ അതിനൊരു ഭംഗിക്കുറവ് മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഇതൊന്നും തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഒരു ഹൃദയവിശാലത അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ്. എത്ര മഹാരഥന്മാരായിട്ടുള്ള അധ്യാപകർ വന്നിരുന്നിട്ടുള്ളൊരു സ്ഥാനത്താണ് ഇന്ന് താൽക്കാലികമായെങ്കിൽ പോലും മോഹൻ കുന്നുമലെ പോലുള്ള ആളുകൾ വന്നിരിക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കിയാൽ കൊള്ളാം. പൊതുസമൂഹം ഇതൊക്കെ കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾ സമരം ചെയ്തത് അദ്ദേഹം ഇന്നലെ ഒപ്പിട്ട ആ സർട്ടിഫിക്കറ്റിൽ ഒപ്പിടണമെന്ന ആവശ്യവുമായാണ്. അതോടൊപ്പം ഈ സർവകലാശാലയിലെ ഭരണസ്തംഭനം അവസാനിപ്പിക്കണമെന്നുള്ള നിലയിലാണ്. അതോടൊപ്പം തന്നെ RSS ചിഹ്നങ്ങൾ പാടില്ല എന്നുള്ള നിലപാടാണ്. ആ നിലപാട് ശരിവെക്കുന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചത്. അപ്പോൾ അതിൻ്റെ അരിശം കൊണ്ടാണ് തൻ്റെ ഈ പറഞ്ഞ പ്രതിരോധങ്ങളൊക്കെ പൊളിഞ്ഞുപോയി, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ മുന്നിൽ മുട്ടുകുത്തേണ്ടി വന്നു എന്നുള്ള അരിശം കൊണ്ടാണ് ഇന്നലെ അതൊക്കെ വിളിച്ചു പറഞ്ഞത്. ഇന്നലെ അതോടൊപ്പം തന്നെ സർവകലാശാലയുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന RSS അടയാളങ്ങളെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ക്യാമ്പസിൽ എന്തുകൊണ്ട് ചെഗുവേര എന്നാണ് ചോദിച്ചത്. അതോടൊപ്പം തന്നെ ക്യാമ്പസിൽ ചെഗുവേരയും പാടില്ല, സവർക്കറും പാടില്ല. ചരിത്രപരമായ മണ്ടത്തരാണ് എഴുന്നള്ളിച്ചിട്ടുള്ളത്. ചെഗുവേരയും സവർക്കറേയും ഏത് തുലാസിലാണ് മോഹൻ കുന്നുമൽ അളന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ലോകത്തെമ്പാടുമുള്ള വിമോചന സ്വപ്നങ്ങളുടെ പോരാളി, ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളുടെ അധിനിവേശ സമരങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്കെതിരെയുള്ള ആ പറഞ്ഞ അധിനിവേശത്തിനെതിരെയുള്ള പ്രതീകമാണ് ചെഗുവേര. എന്തിൻ്റെ പ്രതീകമാണ് സവർക്കർ? മാപ്പെഴുതിയതിൻ്റെയോ? ഇന്നലെ VC ചോദിച്ചത് ഈ ചെഗുവേരയുടെ ഫോട്ടോ വെച്ചത് നിങ്ങൾക്ക് ONVയുടെയോ മറ്റോ ഫോട്ടോ വെച്ചുകൂടായിരുന്നോ എന്നായിരുന്നു മോഹൻ കുന്നുമലിന്റെ ചോദ്യം. പിന്നെ അതിനോടൊപ്പം തന്നെ സഞ്ജീവ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതോ. പക്ഷേ അതിൽ നിന്നും അദ്ദേഹം നോ കമന്റ്സ് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമായിരുന്നു. ഇപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ സഞ്ജീവ്, ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്നുമൊക്കെ ഒരു രാഷ്ട്രീയം, വ്യക്തമായ ഒരു രാഷ്ട്രീയം പ്രതിഫലിക്കുന്നില്ലേ? ഒരു ഒഫീഷ്യൽ പരിപാടിയിൽ കൊണ്ടുപോയി തീർച്ചയായും ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു ഒഫീഷ്യൽ പരിപാടിയിൽ കൊണ്ടുപോയി ഒരു ചിത്രം RSSന്റെ അടയാളം വെക്കുന്നതും, കലാലയങ്ങളിൽ ഓരോ സംഘടനയുടെ പ്രചരണത്തിൻ്റെ ഭാഗമായി ഓരോ വിദ്യാർത്ഥി സംഘടനകളും അവരവരുടെ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്ര ബോധ്യത്തിൻ്റെ ഭാഗമായി അതിൻ്റെ വെളിച്ചത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഭാഗമായി അവരുടെ ഫോട്ടോ വെക്കുന്നതും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെയാണോ അതിനെ കാണേണ്ടത്? RSSന്റെ അടയാളങ്ങൾ പൊതുപരിപാടിയുടെ ഭാഗമാക്കുന്നതിനെതിരെയായിരുന്നു ഞങ്ങളുടെ സമരം. ചെഗുവേര ഈ നാട്ടിലെ ഏതെങ്കിലും പൊതുപരിപാടിയുടെ ഭാഗമാക്കി ആരെങ്കിലും ഉൾക്കൊള്ളിച്ചോ? കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ഏതെങ്കിലും പൊതുപരിപാടിയിൽ ചെഗുവേരയുടെ ഫോട്ടോ വെച്ച് പുഷ്പങ്ങൾ വെച്ച് മുഷ്ടി ചുരുട്ടിയോ? അങ്ങനെയാണോ? അപ്പോൾ ഇങ്ങനെയാണോ അതിനെ പറയേണ്ടത്? അദ്ദേഹത്തിന് പറയാൻ വാദങ്ങളില്ല. തൻ്റെ വാദങ്ങളെല്ലാം പൊളിഞ്ഞുപോയി എന്ന തിരിച്ചറിവിൽ നിന്ന് താൻ പരിഹാസിനായി എന്ന് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാദം ശരിയാണെന്ന് വെക്കാൻ അദ്ദേഹത്തിന് റേഡിയോ പോലെ പറയണമായിരുന്നു. നിങ്ങളുടെ തിരിച്ചുള്ള ചോദ്യം അദ്ദേഹം പ്രതീക്ഷിച്ചേയില്ല. ആ ചോദ്യം മുഖത്തടിയെ ഏറ്റതുപോലെ അദ്ദേഹത്തിന് പ്രഹരമേൽപ്പിച്ചു. ആ ഉടനെ എഴുന്നേറ്റ് ഓടി എന്നുള്ളതാണ് സംഭവിച്ചത്. ആ ഓട്ടം ഗംഭീരമായിരുന്നു, ഞങ്ങൾ ഇന്നലെ കണ്ടു. അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളെ അധിക്ഷേപിച്ചു, നിങ്ങളെ അധിക്ഷേപിച്ചു, പറ്റാവുന്ന എല്ലാവരും അധിക്ഷേപിച്ചു. അപ്പോൾ ഈ അധിക്ഷേപിക്കുക എന്നൊക്കെ പറയുന്നത് ഒരാളുടെ മനോവൈകൃതം പോലെ, അദ്ദേഹത്തിൻ്റെ മനോനില പോലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലവാരം പോലുള്ള കാര്യമാണ്. ആ നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് ഇന്നലെ കേരളം സാക്ഷ്യം വഹിച്ചു. അതോടൊപ്പം തന്നെ കുഹാസിലെ കുട്ടികൾ പ്രൊഫഷണലാണ്, കേരള യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ തീരെ പോരാ. ഇങ്ങനെയാണോ ഒരു വൈസ് ചാൻസലർ പറയേണ്ടത്? കേരള യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ മഹാമോശം, കേരള യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെ അപമാനിച്ചിരിക്കുകയാണ് വൈസ് ചാൻസലർ. കുഹാസിൽ എന്താ അദ്ദേഹത്തിനെതിരെ സമരമുണ്ട്? കുഹാസിൽ വരാത്തതുകൊണ്ട് അത് അറിയാത്തത്. അദ്ദേഹത്തിനെതിരെ കുഹാസിലും സമരമുണ്ട്. MBBS വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 4-5 തവണ SFI തന്നെ മാർച്ച് ചെയ്തു. ആ മാർച്ച് ചെയ്യുന്ന കുട്ടികളെ കാണാൻ ഇദ്ദേഹം തയ്യാറല്ല. നിങ്ങൾ വേണമെങ്കിൽ രജിസ്ട്രാറെ കണ്ടോ എന്ന് ഇദ്ദേഹം പറയാറ്. അപ്പോൾ ഇത്രത്തോളം മലീമസമായിട്ടുള്ള മനസ്സുമായി ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലർഷിപ്പിൽ ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ആ ബുദ്ധിമുട്ട് ഈ വിഷയത്തില് സഞ്ജീവ്, ഇപ്പോ ഇതില് മന്ത്രി ഇന്നലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഈ ഒരു യോഗം, സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ VC തയ്യാറായി എന്നാണ് മന്ത്രി പറഞ്ഞത്. ഇനിയിപ്പോ വിദ്യാർത്ഥി സംഘടന പ്രതിനിധികൾ എത്തുമ്പോഴേക്കും ഒരു സമവായ ലൈൻ തന്നെയാകുമോ നിങ്ങൾ മുന്നോട്ട് വെക്കുക?
അല്ല, ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഈ RSS അടയാളങ്ങളൊന്നും സർവകലാശാലയിൽ വെച്ച് അതിൻ്റെ ഒരു പ്രതീകമാക്കി സർവകലാശാലയെ മാറ്റാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ മറ്റൊന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്, സർവകലാശാലയുടെ ഭരണസ്തംഭനം അവസാനിപ്പിക്കണം. അകാരണമായാണ് അവിടുത്തെ രജിസ്ട്രാർ സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അത് ഒരു തെറ്റായ നടപടിയാണ്, അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്, അതും ഉടനടി തീരുമാനമാക്കപ്പെടണം. അതോടൊപ്പം തന്നെ താൽക്കാലിക VC-മാരാണ് നമ്മുടെ സംസ്ഥാനത്തെമ്പാടും. ഇത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. താൽക്കാലിക VC-മാരുടെ ഈ വിഷയത്തിൽ ഒരു യോജിച്ച സമരം കൂടി നടത്തേണ്ടതല്ലേ സഞ്ജീവ്? കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2021 ശേഷം പിന്നീട് ഒരു VC നിയമനമൊന്നും ഉണ്ടായിട്ടില്ല. എല്ലായിടത്തും താൽക്കാലിക VC-മാരാണ്. ഹൈക്കോടതിയിൽ നിന്നടക്കം രൂക്ഷമായ വിമർശനങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നതാണ്. അപ്പോൾ ഇതിനൊരു യോജിച്ച സമരം വേണ്ടേ വിദ്യാർത്ഥി സംഘങ്ങളുടെ അടക്കം ഭാഗത്ത് നിന്ന്? അതെ, ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഏത് തരത്തിലുള്ള സമരത്തിനും SFI തയ്യാറാണ്. കാരണം വിദ്യാർത്ഥികൾ വലിയ തോതിൽ അനിശ്ചിതത്വം അനുഭവിക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ സർവകലാശാലകളും നിങ്ങൾ നോക്കൂ, കേരള, കണ്ണൂർ, കാലിക്കറ്റ് ഉൾപ്പെടെയുള്ള സർവകലാശാലയിൽ താൽക്കാലിക VC-മാരാണ്. ഈ താൽക്കാലിക VC-മാർ ഇങ്ങനെ ഇടക്കിടക്ക് വന്നു പോകുന്ന നിലയിൽ അവർ ആഴ്ചയിൽ 2 ദിവസം വരും, അവർക്ക് പറ്റുന്ന സമയത്ത് വരും, അവർ മറ്റ് സർവകലാശാലയുടെ ചുമതല വഹിക്കുന്നു, 2 സർവകലാശാലയുടെ ചുമതല വഹിക്കുന്നു. നമുക്കിതിനൊന്നും പറ്റാത്ത അധ്യാപകരോ അല്ലെങ്കിൽ അക്കാദമിക് വിചക്ഷണന്മാരോ ഇല്ലാഞ്ഞിട്ടാണോ? അതൊക്കെ ഈ നാട്ടിലുണ്ട്. പക്ഷെ RSSന്റെ അജണ്ട പറയുന്നത്, RSSന്റെ അജണ്ട പ്രചരിപ്പിക്കാൻ പെർമനന്റ് VC-മാരെ വെച്ചാൽ ഇത് പറ്റില്ല. പെർമനന്റ് VC-മാരെ നമ്മൾ ലിസ്റ്റ് കൊടുക്കും, ആ ലിസ്റ്റ് സർക്കാരിന്റെ ലിസ്റ്റ് അനുസരിച്ചിട്ട് നിയമിക്കാൻ പറ്റും. ആ ലിസ്റ്റ് അധ്യാപക വിദഗ്ധരായിരിക്കും. ആ വിദഗ്ധർ ഒരിക്കലും RSS അജണ്ട നടപ്പിലാക്കില്ല. അതുകൊണ്ട് RSSന്റെ പോളിസി നടപ്പിലാക്കുന്നത് ആരാണോ അവരെ മാത്രമേ അപ്പോയിന്റ് ചെയ്യൂ. അത് താൽക്കാലിക VC മാത്രമായിരിക്കണം. ഈ 6 മാസം കൂടുമ്പോൾ 6 മാസം കഴിഞ്ഞാൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. ഈ നയം രൂപീകരിക്കുന്നത്, ഈ നയം എടുക്കുന്നത് രാജ്ഭവനിൽ ഇരിക്കുന്ന ചാൻസലറാണ്. ആ ചാൻസലർഷിപ്പിൽ നിന്ന് ഉൾപ്പെടെ ഗവർണറെ മാറ്റണമെന്ന ആവശ്യം ഞങ്ങൾക്ക് ശക്തമായി. ഞങ്ങളിതാ ഈ അവകാശ പത്രിക ഞങ്ങൾ എല്ലാ വർഷവും നടത്തുന്നതാണ്. ഈ മാസം 23-ാം തീയതി ഞങ്ങൾ അവകാശ പത്രികയാണ്. ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം കേരളത്തിലെ സർവകലാശാലകളിലെ ചാൻസലർഷിപ്പിൽ നിന്ന് ഗവർണറെ മാറ്റണം എന്നുള്ളതാണ്. അത് അംഗീകരിക്കാൻ ഒരു സർവകലാശാലയിലെ മാത്രം കാര്യമല്ല സഞ്ജു. ഇപ്പൊ കേരളം മാത്രമല്ല, നമ്മൾ കാലിക്കറ്റിലേക്ക് വന്നാലും ഡോക്ടർ രവീന്ദ്രനാഥിന്റെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും, അദ്ദേഹം RSSന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നു, സംഘപരിവാറിന്റെ പരിപാടിയിലൊക്കെ പരസ്യമായിട്ട് പങ്കെടുക്കുന്നു. ഒരു ചാൻസലർ ഇങ്ങനെ ഈ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന ഇതിന് മുൻപ് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും തന്നെ ഇല്ല. അതിനെതിരെയുള്ള പ്രതിഷേധമൊക്കെ നടന്നു. സമരത്തെ നിരോധിക്കുന്നുണ്ട് ചാൻസലർ. മാത്രമല്ല, സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ അനിശ്ചിതകാലമായി ക്യാമ്പസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ കാലിക്കറ്റ് എനിക്ക് തോന്നുന്നു സഞ്ജീവ് ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിലുമാണ്. അപ്പോൾ ഇന്ന് സർവകലാശാല എന്തെങ്കിലും ഒരു പ്രതിഷേധ സാഹചര്യമൊക്കെ നിൽക്കുന്നുണ്ടോ? സിൻഡിക്കേറ്റ് യോഗമൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഞാൻ കാലിക്കറ്റ് സർവകലാശാലയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ പരിപാടിയുടെ ഭാഗമായി എനിക്ക് പങ്കെടുക്കാൻ ഇവിടെ ഇരിക്കാൻ ഒരു സ്ഥലം തരാൻ പോലും ഇവിടുത്തെ അധികൃതർ തയ്യാറല്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വളരെ ആശ്ചര്യപ്പെട്ടു. കാലിക്കറ്റ് സർവകലാശാലയിൽ അങ്ങനെ ഒരു സ്ഥിതി ഞാൻ ഇതുവരെ എൻ്റെ അനുഭവത്തിലില്ല. കാരണം ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഉടനെ ഇവിടുന്ന് ആളുകൾ ഓടി വരുന്നു. ഇവിടെ അങ്ങനെ ഇരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരു പൊതുമുതലാണ് കാലിക്കറ്റ് സർവകലാശാല. ഒരു സർക്കാർ സ്ഥാപനമാണ്, നമ്മുടെ നാട്ടിലെ പൊതുസ്വത്താണ്. ആ പൊതുസ്വത്തിൽ എന്നെ പോലത്തെ ഒരു വിദ്യാർത്ഥിയായിരിക്കും എനിക്ക് ഇരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ തന്നെ ക്രൂവിൽ ആൾ പറഞ്ഞു 10 മിനിറ്റേ ഉള്ളൂ, ഞങ്ങൾ ഉടനെ പോകുമെന്ന് പറഞ്ഞ് അവരെ വിട്ടിട്ടാണുള്ളത്. കാരണം വെച്ചാൽ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇവിടുത്തെ കാലിക്കറ്റ് സർവകലാശാലയുടെ ഇപ്പോഴത്തെ VC കോൺഗ്രസ് നേതാവാണ്. അതാണ് അതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ ചർച്ച ചെയ്യാൻ പലരും തയ്യാറായിട്ടില്ല. ആ കോൺഗ്രസ് നേതാവാണ് RSS പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കോൺഗ്രസ് അധ്യാപക സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാവാണ് ബഹുമാനപ്പെട്ട രവീന്ദ്രൻ സാർ. അപ്പോൾ ആ സാർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് സേവാഭാരതിയുടെ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. ഇവിടുത്തെ വിദ്യാർത്ഥികളെ, സമരം ചെയ്തവരെ സസ്പെൻഡ് ചെയ്തു. അതിനെതിരെ സമരം ചെയ്തപ്പോൾ അത് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. സമരം നിരോധിച്ചിരിക്കുന്നു. സർവകലാശാലയുടെ ഇത്ര പെരിമീറ്ററിൽ സമരം നിരോധിക്കുന്നു. അങ്ങനെ RSS നമ്മൾ പലപ്പോഴും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കേട്ടിട്ടുള്ള RSS നയങ്ങൾ കേരളത്തിലെ സർവകലാശാലകളിൽ നടപ്പിലാക്കുന്ന ഏജന്റുമാരായിട്ട് അവർ മാറുകയാണ്. അവർക്കെതിരെയൊക്കെ ശക്തമായ സമരമുണ്ട്. ഇന്നിപ്പോൾ എന്നാലും ഞങ്ങൾ സമരം ആലോചിച്ചിട്ടില്ല. കാലിക്കറ്റ് സർവകലാശാലയുടെ ഭാഗമായി ഉള്ള നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഏകോപനവും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടർ സമരങ്ങൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ പാലക്കാട് വിക്ടോറിയ കോളേജിലെ KSU നേതാവിന് മാർക്ക് ദാനം നൽകിയ ഒരു വിഷയം കൂടി ഇവിടുത്തെ VCക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ
എല്ലാം വളരെ ഓട്ടോക്രാറ്റിക്കായി പെരുമാറിക്കൊണ്ടിരിക്കുന്ന വൈസ് ചാൻസലർമാരുണ്ടാകുന്നു. ഒരു ജനാധിപത്യ സമൂഹത്തിന് ചേരാത്ത വിധത്തിൽ ഇവരെല്ലാം പെരുമാറുന്നു. അതുകൊണ്ട് തന്നെ അവർക്കെതിരെയുള്ള ശക്തമായ വികാരം വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു വരുമ്പോൾ വിദ്യാർത്ഥി വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുക്കാനും വിദ്യാർത്ഥികൾക്കെതിരെ തിരിയാനും അവർക്ക് യാതൊരുവിധ മടിയുമില്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും SFI അതിനെതിരെ ശക്തമായി രംഗത്ത് വരും. ഇപ്പോൾ കേരളയിലാണെങ്കിലും കാലിക്കറ്റിലെ വിഷയം കുറച്ചും കൂടി സങ്കീർണമാണ്. കാരണം കാലിക്കറ്റിനെ പോലെ നമുക്ക് 5 ജില്ലകളിൽ വ്യാപിച്ചു നിൽക്കുന്ന ഒരു സർവകലാശാലയാണ്. കേരളത്തിൽ തന്നെ ഇത്രയേറെ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു സർവകലാശാലകൾ വേറെ തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ 5 ജില്ലകളിൽ വ്യാപിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് താൽക്കാലിക വിഷയം കൊണ്ട് എത്ര കാലം പോകും? അദ്ദേഹം ഈ സേവാഭാരതിയുടെയും RSSന്റെ അതോടൊപ്പം തന്നെ മോഹൻ ഭാഗവത് പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ, ഇന്നലെ ഒരു പത്രവാർത്ത കണ്ടത്, മോഹൻ ഭാഗവത് പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ കേരളത്തിലെ മുഴുവൻ VC-മാരെയും ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഇവരൊക്കെ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം അറിഞ്ഞിട്ടുള്ളത്. ആ നിലയിലാണ് ഇവരുടെ മുന്നോട്ട് പോക്കെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായും അവരെ വെറുതെ വിടാൻ പോകുന്നില്ല. RSSന്റെ അജണ്ട നടപ്പിലാക്കാൻ ക്യാമ്പസുകളിൽ പ്രത്യേകിച്ച് പൊതു സംവിധാനം ഉപയോഗിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിന് ശക്തമായി രംഗത്ത് ഞങ്ങൾ ഉൾപ്പെടെ കടന്നു വരും. ഓക്കെ സഞ്ജീവ്, ശരി. അപ്പോൾ ഒരുപാട് സന്തോഷം. നമുക്കൊപ്പം ചേർന്നതിന് നല്ലൊരു ദിവസം കൂടി അങ്ങേക്ക് ആശംസിക്കുകയാണ്.